ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലമ്പുഴയിലാണ് കേട്ടോ. മലമ്പുഴ ഗാർഡൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് 2 മാസത്തിൽ കൂടുതലായി. നേരത്തെ അവിടെ ഒരു ഫ്ലവർ ഷോ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴാണ്, ആ സമയത്ത് പോകാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ പോയത്. അപ്പം ഞാൻ ഫസ്റ്റ് ഈ മലമ്പുഴ വരുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഓർമ്മ കൂടിയുണ്ട് കേട്ടോ ഈ മലമ്പുഴ എന്ന് വെച്ചാൽ. അന്ന് എന്നെ ഇവിടെ വെച്ച് കാണാതായി. പിന്നെ തട്ടിയും മുട്ടിയും ഹിന്ദി വാക്കൊക്കെ പറഞ്ഞ് 2-3 ഹിന്ദിക്കാരാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ പറയാം. രക്ഷിച്ചിട്ട് നേരെ അവരെന്നെ ഓഫീസിലേക്ക് കൊണ്ടിരുത്തി. പിന്നെ അവിടുന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിലെ ആളുകളൊക്കെ വന്നത്. അന്ന് അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്മയെ തിരക്കി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പോയിട്ട് അങ്ങനെ ഞാൻ മിസ്സായതാണ്. പിന്നെ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലൊക്കെ വെള്ളം, ഞാൻ ആകെ പേടിച്ചു പോയി. അപ്പോൾ അതെനിക്ക് ജീവിതത്തിൽ മറക്കാനേ പറ്റത്തില്ല. പക്ഷേ പിന്നീട് ഇതാ കല്യാണം കഴിഞ്ഞ് പാലക്കാട് തന്നെ വന്നെത്തിയതും എന്തോ പറയുക, ഒരു നിമിത്തമല്ലേ. അപ്പോൾ ഇതാ ഇപ്പോൾ അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലവർ ഷോയുടെ ഭാഗമായിട്ടാണ്. പിന്നെ അന്നത്തെ ഫ്ലവർ ഷോയുടെ കുറച്ച് ബാക്കി പത്രങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് ചെടിയൊക്കെ അങ്ങനെ കാട് പിടിച്ചൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, പക്ഷെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് മലമ്പുഴ കാണാനായിട്ട്. ഇതൊക്കെ ആ ഫ്ലവർ ഷോയുടെ ബാക്കി വന്നതാണ്. ഞങ്ങളവിടെ ഈ പൂവിന് ശവന്നാറി എന്നൊക്കെ പറയും കേട്ടോ. എന്താ ശരിക്കും പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഉള്ളിലൊന്നും ഇതിലൊന്നും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. അപ്പം പണ്ടത്തെ തമിഴ് സിനിമയ്ക്കകത്തൊക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ ആയിരുന്നു മെയിൻ ഷൂട്ടിംഗ് സെറ്റ് എന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറേ പാട്ടുകളിലൊക്കെ മലമ്പുഴ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോൾ കൂടെ റോപ്പ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നീരുവിന് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളതുകൊണ്ട് അവൻ ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കാറുണ്ടായിരുന്നു. ഇതൊരു മെയ് മാസം എടുത്ത വീഡിയോ ആണ്. പക്ഷേ മെയ് പകുതിയോടാകുമ്പോൾ മഴയൊക്കെ പെയ്യുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വെയിലുള്ള ടൈമിനൊന്നും ഇങ്ങോട്ട് വരാനേ പറ്റില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ മലമ്പുഴയിലോട്ട് കൊണ്ടുപോകും കേട്ടോ. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഫസ്റ്റ് പോകുന്ന മലമ്പുഴയാണ്. എത്ര പോയാലും വീണ്ടും വീണ്ടും പോകും. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിലധികം ഞങ്ങളങ്ങനെ കയറാറില്ല. മലമ്പുഴയുടെ ചുറ്റുമല്ലാതെ കവ, ആനക്കല്ല് അങ്ങനെയൊക്കെ പോകാറുള്ളൂ. കാരണം ഇവിടെ വന്നാൽ ഉള്ളിൽ കയറി അവിടെയൊക്കെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതാ ഡാമിൻ്റെ മുകളിൽ കൂടെ കുറേ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കാറ്റുണ്ടെന്നല്ലേ. അപ്പോൾ മഴയൊക്കെ പെയ്യാനായിട്ട് പോവാണ്. ഈ ജൂണിൽ ഡാം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2018 ശേഷം ഒട്ടുമിക്ക വർഷങ്ങളിലും ഡാം തുറക്കാറുണ്ട് നല്ല മഴയൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഡാം തുറക്കുന്നത് കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി നടന്നു പോയപ്പോൾ, അതായത് ഈ തൂക്കുപാലത്തേക്കൂടെ പോകുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പഴയ ഓർമ്മയൊക്കെ വന്നത്. കാരണം പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു തൂക്കുപാലം. ശരിക്കും ഇങ്ങനെ ഒരു കയറ് പോലെ ഇങ്ങനെ തോന്നുന്നൊരു ടൈപ്പായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളത് കയറിയാൽ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് പോയത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ മുട്ടുകുത്തി പോകത്തില്ല, അതുപോലെയാണ് പോയത്. അപ്പോൾ ഈ തൂക്കുപാലത്തേക്കൂടെ പോയാൽ നമുക്ക് ഡാം ശരിക്കും അടുത്ത് കാണാനായിട്ട് പറ്റും. പിന്നെ ഡാമിലെ വെള്ളവും അതിന് നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തൂക്കുപാലത്തേക്കൊണ്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയാൽ അവിടെ യക്ഷി പാർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡാമിൻ്റെ മുകളിൽ കൂടെ കയറി നമ്മൾ ആ സൈഡിലാണ് വന്ന് ഇറങ്ങുന്നത്. നീര് കണ്ടില്ലേ കൂളായിട്ട് നടന്നു വരുന്നത്. പക്ഷേ ഇതിന് ഒത്തിരി പേര് കയറിയാലും വലിയ ആട്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേ കയറുമ്പോൾ ഇപ്പോൾ കൂളായിട്ടൊക്കെ തോന്നുമെങ്കിൽ അന്ന് ഞാൻ കുറേ പേടിച്ചാണ് ഈ തൂക്കുപാലത്തേക്ക് കയറാനായിട്ട്. ചിലർക്കൊക്കെ പേടിയുണ്ട് കേട്ടോ ഇതേ കയറാൻ. അപ്പോൾ നമ്മൾ അപ്പർ സൈഡിലോട്ട് പോവുകയാണ്. അപ്പർ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്പേസൊക്കെ കുറേ ഉണ്ട്. അല്ലെങ്കിലും മലമ്പുഴയിൽ ഒരുപാട് സ്ഥലത്ത് ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതാ ബോട്ടിങ്, യക്ഷി പാർക്ക്, ഡാം ടോപ്പ് അതൊക്കെ അവിടെയാണ്. ബോട്ടിങ്ങൊക്കെ ഈ സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈം ഈവനിങ് ഒരുപാട് ലേറ്റ് ആകും ബോട്ടിങ്. പിന്നെ അവർ നടത്തത്തില്ല, അതിന് ടൈമിംഗ് ഉണ്ട്. പകലൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ നടത്തും. എനിക്കൊന്ന് 7 മണി വരെയാണെന്ന് തോന്നുന്നു ടൈം. മലമ്പുഴയിൽ ആസ്വദിക്കാനുള്ള മറ്റൊരു സംഭവമാണ് റോപ്പ് വേ. ഇതാ പോകുന്നുണ്ട് മുകളിൽ കൂടെ 2 പേർക്ക് ഒരു റോപ്പിലിരിക്കാൻ പറ്റും. അപ്പോൾ ആ സൈഡിൽ നിന്നാണ് റോപ്പ് വേ പോകുന്നത്. പിന്നെ വരുന്നത് മലമ്പുഴ യക്ഷിയാണ്, കാനായി കുഞ്ഞിരാമൻ്റെ പ്രതിമ. ഇവിടെയും ധാരാളം പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടോ. തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്തെ ആ പാലത്തെ കൂടെയാണ് വരുന്നത്. ആ സൈഡിലും ഒരു പാലം ഇങ്ങോട്ട് വരാനായിട്ടുണ്ട്. ഈ സൈഡിൽ അങ്ങോട്ടൊരു തൂക്കുപാലമുണ്ട്, അതേ കൂടിയാണത്. ആ പാലം അവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ.
കുറച്ച് ഇങ്ങോട്ട് മാറി റോഡിനോട് ചേർന്നിട്ട് 2 തൂക്കുപാലമാണ് വരുന്നത്. 2ലും ആൾക്കാർക്ക് കയറും. പക്ഷേ ഈ പാലത്തിൽ അധികം ആൾക്കാർ കയറുന്നില്ല, കാരണം കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഇത് കയറാനായിട്ട്. അപ്പോൾ ഇതിലധികം തിരക്കൊന്നുമില്ല കേട്ടോ. അതിൽ നല്ല തിരക്കാണ്, ഡാമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഉള്ളതുകൊണ്ട്. 2ാമത്തെ തൂക്കുപാലം കയറി ഇറങ്ങി വരുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു താമരക്കുളം കാണാനായിട്ട് പറ്റും. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമര നിൽപ്പുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു താമരക്കുളമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തൂക്കുപാലത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിങ്ങനെ ആ വെയിറ്റ് താങ്ങി നിർത്തിയിരിക്കുന്ന എന്തോ ഒരു സാധനം കേട്ടോ. നമ്മൾ ഈ സ്റ്റേ കമ്പിയൊക്കെ ഇടത്തില്ലേ പോസ്റ്റിന്, അതേപോലെ. അവിടെ ഞങ്ങൾ നേരെ കുട്ടികളുടെ പാർക്കിലോട്ടാണ് പോയത്. കുട്ടികളുടെ പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു ശനി ഞായർ അതിലേതോ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവധി സമയമായിരുന്നു. അപ്പോൾ കുറേ റൈഡിലൊക്കെ കുഞ്ഞിനെ കയറ്റി. പിന്നെ കൂടുതലും വലിയ വലിയ കുട്ടികൾക്കുള്ള റൈഡ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവനെ കയറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെയും മെയിൻ്റെനൻസൊക്കെ കുറവാണ്. കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചെടുക്കും. ഞങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്ന ടൈമിൽ 2016 ആ സമയത്തൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ടപ്പുറത്തിരിക്കുകയാണ്, ട്രെയിനൊന്നും ഓടുന്നൊന്നുമില്ല. പിന്നെ കുറേ ഇതേപോലെ ഊഞ്ഞാലിലൊക്കെ കുറേ സീറ്റൊന്നുമില്ല. അങ്ങനെ കുറേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തെടുത്ത അടിപൊളിയാണ്. പിന്നെ ഇവിടെ തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്പോൺസർ ചെയ്ത ഈ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതും പക്ഷേ ഓപ്പൺ ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി പകൽ തുറക്കുമെന്ന് അറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൻ. ഞങ്ങൾ അന്ന് വരുന്ന ടൈമിൽ ഇതിൽ കയറി നമുക്ക് പൈസ കൊടുത്ത് അതിലിങ്ങനെ നമുക്കൊരു റൗണ്ട് അടിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പോൾ അത് ഓടുന്നൊന്നുമില്ല. നീരു എല്ലാ റൈഡിലും കയറണം, പക്ഷേ അവന് അതിലൊന്നും കയറാനും പറ്റത്തില്ല. അതിനുള്ള പ്രായം ആയിട്ടുമില്ല. അത് പറഞ്ഞാൽ ഒട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് വലിയ പിള്ളേരൊക്കെ കയറേണ്ടതാണ്. പക്ഷേ ഒരുപാട് റൈഡുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് നല്ലതായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിപൊളി പാർക്കാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ്, തണലും ഒക്കെ ഉണ്ട്. പകൽ സമയത്ത് ഇത്തിരി വെയിലുണ്ടെങ്കിലും ഉള്ളിലൂടെ ഇങ്ങനെ ചെറിയൊരു നടപ്പാതയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല സുഖമാണ് ഇരിക്കാനും നടക്കാനും ഒക്കെ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുടെ റൈഡിലൊക്കെ വലിയ ആൾക്കാരുണ്ട്, പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി പറയുന്നുണ്ട് കയറരുതെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ചിലരത് കേൾക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തിൻ്റെ ആയാലും കലാശക്കൊട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഐസ്ക്രീമിലാണല്ലോ. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ഫ്ലേവറാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിലും കഴിക്കുന്നുണ്ടായിരുന്നു. അവനങ്ങനെ ഇന്ന ഫ്ലേവറിനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു മിൽമേഡ് ഐസ്ക്രീം കഴിച്ചിട്ടാണ് മലമ്പുഴ പാർക്കിൻ്റെ പടി ഇറങ്ങിയത്. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.